നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് ഇന്നും ഉത്സാഹിച്ചു. വാരാന്ത്യമായതിനാൽ ഫണ്ടുകൾ ജപ്പാനിലും മറ്റ് വിപണികളിലും പുതിയ ബാധ്യതകൾക്ക് താൽപ്പര്യം കാണിച്ചില്ല. അതേസമയം ഉൽപ്പാദന രാജ്യങ്ങളിൽ ഇത് ഓഫ് സീസണായതിനാൽ ഷീറ്റ് ലഭ്യത കുറവാണ്. തായ് വിപണിയായ ബാങ്കോക്കിൽ റബ്ബർ കിലോ 234 രൂപയിൽ സ്റ്റഡിയായി നീങ്ങി. കൊച്ചി 4ാം ഗ്രേഡ് ഷീറ്റ് വില തുടർച്ചയായ 2ാം ദിവസവും കുറഞ്ഞ് ക്വിൻ്റലിന് 21,800 രൂപയായി. 5ാം ഗ്രേഡ് 21,500 രൂപയിലും വ്യാപാരം നടന്നു ക്വിൻ്റലിന്. ദക്ഷിണേന്ത്യയിൽ നാളികേര ഉൽപ്പന്നങ്ങൾ തിരിച്ചു വരവിനുള്ള ആദ്യ ചുവട് വച്ചത് വില തകർച്ചയിൽ നട്ടം തിരിയുന്ന കർഷകർക്ക് ആശ്വാസം പകരും. ഇന്നലെ സൂചന നൽകിയതാണ് വിപണി സ്ഥിരത കൈവരിക്കാൻ ഒരുങ്ങുന്ന വിവരം. തമിഴ്നാട്ടിലെ വൻകിട സ്റ്റോക്കിസ്റ്റുകൾ കൊപ്ര നീക്കം കുറച്ചത് കണ്ട് തോട്ടങ്ങൾ പച്ചത്തേങ്ങ വിൽപ്പന നിയന്ത്രിച്ചത് അനുകൂല ഫലം ഉളവാക്കും. തമിഴ്നാട് വിപണിയായ കാങ്കയത്ത് മില്ലുകാർ കൊപ്ര സംഭരണത്തിന് അണിയറ നീക്കം തുടങ്ങി. ഇതിനിടയിൽ മാസാരംഭം അടുക്കുന്നതിനാൽ കേരളത്തിൽ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കുമെന്ന കണക്ക് കൂട്ടലിൽ മില്ലുകാർ എണ്ണവില 325 രൂപ ക്വിൻ്റലിന് വർദ്ധിപ്പിച്ചു. എന്നാൽ ഇതിൻ്റെ പ്രതിഫലനം കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ വിപണികളിൽ ദൃശ്യമായില്ല. ഇവിടെ എണ്ണ കൊപ്ര വിലകൾ ഇന്ന് സ്റ്റഡിയായി നീങ്ങി. ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള കുരുമുളക് വരവ് കുറഞ്ഞ അളവിലാണ്. സാധാരണ വിളവെടുപ്പ് വേളയായ ഫെബ്രുവരിയിലെ ചരക്ക് ലഭ്യതയെ അപേക്ഷിച്ച് വരവ് ചുരുങ്ങിയതിനാൽ നിരക്ക് ഉയരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. ചെറുകിട കർഷകരും മധ്യവർത്തികളും ഈസ്റ്ററിന് മുന്നോടിയായുള്ള വാങ്ങലിൽ മെച്ചപ്പെട്ട വിലയ്ക്ക് മുളക് കൈമാറാനാവുമെന്ന പ്രതീക്ഷ നിലനിർത്തി. അതേസമയം പിന്നിട്ട 3 ദിവസമായി കുരുമുളക് വില കിലോ 700 രൂപയിൽ തുടരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.